ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരുടെ സങ്കല്പമുള്ള 4 ക്ഷേത്രങ്ങളെയാണ് നാലമ്പലം എന്ന് വിശേഷിപ്പിക്കുന്നത്. രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണത്രേ നാലമ്പല ദർശനത്തെ കണക്കാക്കുന്നത്. നാലമ്പല യാത്രയെന്നാൽ ദശരഥപുത്രന്മാരായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഒരേ ദിനം ദർശനം തേടുന്നതാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലായി നാലമ്പല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ മലബാറിൽ കണ്ണൂരിലും മലപ്പുറത്തും, മധ്യ കേരളത്തിൽ പാലക്കാട്, എറണാകുളം, തൃശൂർ, തെക്കൻ കേരളത്തിൽ കോട്ടയം എന്നിവിടങ്ങളിലായാണ് നാലമ്പല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരേ പൂജാവേളയിൽ ദർശനം സാധ്യമാകുന്ന 4 കിലോമീറ്ററിന്റെ ചുറ്റളവിലായി സ്ഥിതി ചെയ്യുന്ന നാലമ്പലങ്ങളാണ് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ക്ഷേത്രങ്ങളിൽ ദർശനം ആരംഭിക്കേണ്ടത് മര്യാദാ പുരുഷോത്തമനും ദശരഥപുത്രനുമായ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രത്തിൽ നിന്നാണെന്നാണ് വിശ്വാസം. ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം ആരംഭിച്ച് തുടർന്ന് സഹോദരങ്ങളായ ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തിരിച്ച് ശ്രീരാമചന്ദ്രനെ ദർശനം നടത്തുന്നതോടെയാണ് നാലമ്പല യാത്ര പൂർണ്ണമാകുന്നത് എന്നാണ് വിശ്വാസം. മലപ്പുറം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മലപ്പുറത്തിനും പെരിന്തൽമണ്ണയ്ക്കും ഇടയിൽ റോഡരികിലായിട്ടാണ് ചക്രവർത്തി ഭാവത്തിൽ കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്രന്റെ പുരാതനമായ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിരപുരാതനമെന്ന് തോന്നിക്കും വണ്ണം ഇരുനിലകളോടുകൂടിയ വട്ട ശ്രീകോവിലായി ചതുർബാഹുവായ ശ്രീരാമചന്ദ്രൻ അഞ്ജനശിലയിൽ നിർമ്മിതമായ കമനീയ വിഗ്രഹത്തിലായി ഈ പുണ്യസന്നിധിയിൽ വിരാജിക്കുന്നുവെന്നാണത്രേ വിശ്വാസം. ഉച്ചപൂജ വരെ സീതാപരിത്യാഗിയായ ഭാവത്തിലും സായാഹ്നമായാൽ പട്ടാഭിസ്കന്ദനായ ചക്രവർത്തി ഭാവത്തിലുമാണ് ദേവൻ ഇവിടെ ഭക്തർക്ക് ദർശനമരുളുന്നത് എന്നാണ് വിശ്വാസം. ക്ഷേത്രേശനായ ശ്രീരാമചന്ദ്രനെ കൂടാതെ ഗണപതി, ശാസ്താവ്, വിഷ്ണു, ശിവൻ, ഭഗവതി എന്നിവരും അഞ്ജനപുത്രനായ ഹനുമാൻ സ്വാമിയും ഈ പുണ്യസന്നിധിയിൽ ഭക്തർക്ക് ദർശനമരുളി കുടികൊള്ളുന്നുണ്ട്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു നരസിംഹ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇരു ക്ഷേത്രങ്ങളും ഒരേ മതിലകത്താണെങ്കിലും വളപുരം നരസിംഹ ക്ഷേത്രമെന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. എങ്കിലും ഇരു ക്ഷേത്രങ്ങളിലും ദേവന്മാർ വട്ട ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമരുളിയാണ് കുടികൊള്ളുന്നത്. നരസിംഹ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ചുമരിലായി കന്നിമൂലയിൽ വിഘ്നവിനായകൻ കുടികൊള്ളുന്നുണ്ട്. നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുൻപിലായിട്ടാണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് ഗദ ചാർത്തലും ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും ചാർത്തലുമാണ് പ്രധാന വഴിപാടുകൾ. രാമപുരം ക്ഷേത്രത്തിൽ നിന്ന് പാലക്കാട് റൂട്ടിൽ ഏകദേശം 500 മീറ്റർ മാറി റോഡരികിലായിട്ടാണ് ശ്രീരാമചന്ദ്ര സഹോദരനായ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വട്ടശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി ജ്യേഷ്ഠനായ ശ്രീരാമസ്വാമിക്ക് അഭിമുഖമായിട്ടാണ് ലക്ഷ്മണസ്വാമി ഈ പുണ്യസന്നിധിയിൽ ദർശനമരുളി കുടികൊള്ളുന്നത്. അയ്യപ്പൻ, നവഗ്രഹങ്ങൾ എന്നിവരാണ് അയോധ്യ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേവന്മാർ. ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ നാറാണത്ത് ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി കരിഞ്ചാപ്പാടി എന്ന ദേശത്താണ് ചിറക്കാട്ട് ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമായണ മാസം ഒഴികെ സാധാരണ ദിവസങ്ങളിൽ ഞായറാഴ്ച മാത്രം നിത്യപൂജ ഉണ്ടാകാറുണ്ട്. എന്നാൽ രാമായണ മാസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചവരെ ഇവിടെ ദർശനവും പൂജയും നടത്തി വരാറുണ്ട്. ശ്രീരാമ പാദുകം സമർപ്പണമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. പടിഞ്ഞാറ് ദർശനമായി വട്ട ശ്രീകോവിലായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ദേവൻ കുടികൊള്ളുന്നത്. ശ്രീരാമ പാദുകം പൂജിച്ച് ശ്രീരാമന്റെ പ്രതിപുരുഷനായി അയോധ്യ പരിപാലിച്ചു പോരുന്ന ഭാവത്തിലാണത്രേ ഇവിടെ ഭരതസ്വാമി കുടികൊള്ളുന്നത്. നാറാണത്ത് ജംഗ്ഷനോട് ചേർന്ന് ചെറുപുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ശത്രുഘ്നസ്വാമിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ നാറാണത്ത് ശത്രുഘ്നസ്വാമി ക്ഷേത്രമാണ് അടുത്തത്. നാറാണത്ത് ഭ്രാന്തനാൽ പ്രതിഷ്ഠ നടത്തിയെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ചക്രം സമർപ്പണമാണ് പ്രധാന വഴിപാട്. ഇരുനിലകളോട് കൂടിയ ചതുര ശ്രീകോവിലായിട്ടാണ് ശത്രുഘ്നസ്വാമി ഇവിടെ കുടികൊള്ളുന്നത്. മീനോട്ടും ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപദേവന്മാർ.
ഈ 4 ക്ഷേത്രത്തിനും ഇടയിലായി ശ്രീരാമ പത്നിയായ സീതാദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. രാമപുരം ചൊവ്വണ്ണ നാലാങ്കണം ക്ഷേത്രമെന്നാണ് ഈ സീതാദേവി ക്ഷേത്രം അറിയപ്പെടുന്നത്. ഒരു പാടത്തിന് നടുവിലായിട്ടാണത്രേ ഈ സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. കണ്ണന്റെ ഊരെന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലാണ് നാലമ്പല ദർശനം നടത്തുന്നത്. ശ്രീരാമസ്വാമി കുടികൊള്ളുന്ന നേർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, ഭരതസ്വാമി കുടികൊള്ളുന്ന എളയാവൂർ ഭരതസ്വാമി ക്ഷേത്രം, ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്ന പെരിഞ്ചേരി ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ശത്രുഘ്നസ്വാമിയുടെ ചൈതന്യമുള്ള പായം ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് കണ്ണൂരിലെ നാലമ്പല ക്ഷേത്രങ്ങൾ. കൂത്തുപറമ്പ് മട്ടന്നൂർ റൂട്ടിൽ നീലഗിരിക്കടുത്ത് അളകാപുരയിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡിൽ 1.5 കിലോമീറ്റർ മാറിയാണ് ശ്രീരാമസ്വാമിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നേർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 ഭാഗവും നീരൊഴുക്കുകളാൽ വേലി തീർത്ത പ്രദേശമെന്ന അർത്ഥത്തിലാണത്രേ ഇവിടം നേർവേലി എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാരാലാണ് ഇവിടെ ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് വിശ്വാസം. മാനത്ത് ഇല്ലം വകയായിരുന്ന ക്ഷേത്രം മലബാർ ദേവസ്വത്തിന് വിട്ടുകൊടുത്ത ശേഷം ഒരു ട്രസ്റ്റ് ബോർഡും ക്ഷേത്ര കമ്മിറ്റിയുമാണ് ക്ഷേത്രഭരണം നടത്തി വരുന്നത് എന്നാണ് കരുതുന്നത്. ഗരവധ ശേഷമുള്ള ഭാവത്തിലാണത്രേ ഇവിടെ ദേവൻ കുടികൊള്ളുന്നത്. മകരമാസത്തിലെ അശ്വതി നാളിലാണ് ഇവിടുത്തെ ഉത്സവം. മേടമാസത്തിലെ രോഹിണി നാളിൽ പ്രതിഷ്ഠാദിനവും നടത്തി വരാറുണ്ട്. കൂടാതെ രാമായണ പാരായണം, മണ്ഡലമാസം, ശ്രീരാമനവമി എന്നിവയെല്ലാം ഇവിടെ ആഘോഷിച്ചു വരുന്നുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി കണ്ടുവരുന്ന പാതാള നാഗമെന്ന നാഗപ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. കൂടാതെ ഭഗവതിയും ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്നുണ്ട്. മട്ടന്നൂർ കണ്ണൂർ റൂട്ടിൽ മുണ്ടക്കാട്ട് ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് ഇടത്തോട്ടുള്ള റൂട്ടിൽ 1.5 കിലോമീറ്റർ മാറിയാണ് എളയാവൂർ ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ടിതൊരു വിഷ്ണു ക്ഷേത്രമായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും തുടർന്നുള്ള പ്രശ്നം വിപ്പിൽ ദേവന്റെ സങ്കല്പം ഭരതസ്വാമി സങ്കല്പത്തിലാണെന്ന് അറിയുകയും ചെയ്തു അത്ര. പ്രധാന ദേവനായി നാലമ്പലത്തിലെ പെരുന്തൃക്കോവിലായി സംഗമേശ്വരനായാണ് ദേവൻ കുടികൊള്ളുന്നത്. അക്ഷയമാല, ചക്രം, ശംഖ്, ഗദ എന്നിവയോടുകൂടിയ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ദേവന്റേത്. പ്രസിദ്ധമായ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മാത്രമേ സമാനമായ ഭരതപ്രതിഷ്ഠ ഉള്ളൂ എന്നാണ് വിശ്വാസം. വെണ്ണക്കണ്ണൻ, ഗണപതി, ഭദ്രകാളി, നാഗം, മഹാവിഷ്ണു എന്നിവരും ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി കുടികൊള്ളുന്നുണ്ട്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും ഭഗവതിക്ക് ഗുരുതി നടത്തി വരാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിത്യപൂജ നടത്തി വരുന്നുണ്ട്. മട്ടന്നൂരിന് സമീപം ഉറവച്ചാലിൽ നിന്ന് മണക്കായ് റോഡിൽ 2 കിലോമീറ്റർ മാറിയാണ് 1000ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ത്രേതായുഗത്തിൽ വനവാസകാലത്ത് ദേവൻ ഇവിടെ എത്തിയതായി കരുതി വരുന്നു. മാരീചനെ തേടിപ്പോയ ശ്രീരാമൻ നീർവേലിയിലും സീതയ്ക്ക് കാവൽ നിൽക്കുന്ന രൗദ്രമൂർത്തിയായ ലക്ഷ്മണസ്വാമി പെരിഞ്ചേരിയിലുമായി കുടികൊള്ളുന്നു. സീതാദേവിയുടെ സങ്കല്പമായ കുളത്തുംവാതിക്കൽ ശ്രീ ഭഗവതി കോട്ടം ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗണപതി, ഭൂതത്താർ, നാഗം എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവന്മാർ. കൂടാതെ കുളക്കരയോട് ചേർന്ന് സീതാസങ്കല്പത്തിൽ ഭദ്രകാളി, ദുർഗ എന്നിവരും കുടികൊള്ളുന്നുണ്ട്. ഇരിട്ടി പേരാവൂർ റൂട്ടിൽ ജബ്ബാർ കടവ് പാലം കടന്ന് കരിയാൽ റൂട്ടിലായാണ് കാടമുണ്ടയിലെ പായം ശത്രുഘ്നസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വട്ട ശ്രീകോവിലായാണ് ഇവിടെ ദേവൻ കുടികൊള്ളുന്നത്. ചക്രം സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. നൂറ്റാണ്ടുകളായി തകർന്നടിഞ്ഞു പോയിട്ടും ദേവചൈതന്യം നിലനിൽക്കുന്നതായി പ്രശ്നചിന്തയിൽ തെളിയുകയും തുടർന്ന് ഭക്തരുടെ നേതൃത്വത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയും ചെയ്യുന്നു.